രാധാകൃഷ്ണൻ മറ്റേ മോദി മൂന്നാമത്തെ തവണയും അധികാരമേറ്റു, കർഷകർക്ക് സഹായം നൽകുന്ന ഫയലിൽ ഒപ്പുവെച്ചു. 2 കൊല്ലം കഴിയുമ്പോൾ നെഹ്റുവിൻ്റെ റെക്കോർഡ് ഭേദിക്കും, മൂന്നാമത്തെ ഊഴം എന്നൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞ് 4ാമത്തെ ഊഴത്തിലേക്ക് പോവുകയാണെങ്കിൽ ലോക നേതാക്കളിൽ റൂസ്വെൽറ്റിൻ്റെയും ആഞ്ചല മെർക്കലിൻ്റെയും റെക്കോർഡ് ഭേദിക്കും 4 എന്നുള്ളത്. അപ്പോൾ ഈ മൂന്നാമത്തെ ഊഴത്തിൻ്റെ പ്രാധാന്യം ആഗോളമായും ദേശീയമായും ഒക്കെ എന്താണ്? ഈ മോദിയുടെ മൂന്നാം വരവിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഒന്ന്, ഇത്രയും പ്രയാസമുള്ള ഒരു തെരഞ്ഞെടുപ്പ് മോദി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടില്ല. കാരണം അദ്ദേഹം ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അതിനുശേഷം 2014 വരുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ആകെ പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഗോദ്ര 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 എന്നാണ്. 2014 ഇദ്ദേഹം വരുമ്പോൾ ഇവിടുത്തെ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ചേർന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് ഓർമ്മയുണ്ട? മോദിക്ക് അവിടെ പ്രവേശനം കൊടുക്കരുത്, വിസ കൊടുക്കരുതെന്നാണ്. കാരണം നരാധമനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ അന്നൊന്നും ഇല്ലാതിരുന്നു. അതിനുശേഷം 19 വരുമ്പോഴും ഇല്ലാതിരുന്ന ഒരു ആഗോള സാഹചര്യം മോദിയുടെ വരവിനെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുണ്ടായിരുന്നു, ആഗോള സാഹചര്യമാണ്. സോറോസ് ഇത്യാദികൾ. ഇപ്പം ഈ സോറോസ് കൈയയച്ച് പണം കൊടുത്തുകൊണ്ടിരുന്നു. ആ പണം ഇന്ത്യയിലെ പ്രമുഖമായ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം അതിൻ്റെ വിഹിതം കിട്ടിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാധ്യമങ്ങൾക്ക് കൊടുത്തിരുന്നു. പിന്നെ ഈ പ്രോമിനൻ്റ് വ്യക്തികൾ എന്ന് പറയുന്ന എന്ന് വെച്ചാൽ ഇതിൽ ഈ എന്താണ് ഇതൊക്കെ ഈ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ കെൽപ്പുള്ളവർ എന്ന് പറയുന്നവർക്ക് അടക്കം പണം കൊടുത്തിരുന്നു. രണ്ടാമതുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ആഗോള ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ഇസ്ലാമിക ശക്തികളും, അതിൽ മാറ്റമില്ല, എല്ലാ ഇസ്ലാമിക ശക്തികളും ഒരുമിച്ച് നിന്നുകൊണ്ട് മോദിയെ എതിർത്തിരുന്നൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ ഒരു ലോക സാമ്പത്തിക ശക്തിയാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി മോഡി നടത്തിയ പ്രവർത്തനങ്ങൾ സഫലമാകുന്നതിൽ അസംതൃപ്തി ഉണ്ടായിരുന്ന അമേരിക്കയും ചൈനയും. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏഷ്യയിൽ വേറൊരു സാമ്പത്തിക ശക്തി ഉയർന്നു വരുന്നത് ചൈനയ്ക്ക് ഇഷ്ടമല്ല, വിശേഷിച്ചും ഇന്ത്യ. കാരണം ഇന്ത്യ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശത്രുരാജ്യമായിട്ടാണ് ചൈന കരുതിയിട്ടുള്ളതും, അവരുടെ ശത്രുരാജ്യമായിട്ട് തന്നെയാണ് ഇന്ത്യയും അതിനെ കരുതിയിട്ടുള്ളതും. നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുപാട് ശ്രമം നടത്തേണ്ടി വരുന്നു, നമുക്കൊരുപാട് പണം മുടക്കേണ്ടി വരുന്നു ഈ ചൈനയുടെ ഇതിൽ. പക്ഷേ ആ ചൈനയുമായിട്ടും ഏറ്റവും സൗഹൃദം പുലർത്തുന്നതാണ് നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ. പിന്നെ രാഹുൽ ഗാന്ധി ഗാൽവാൻ സമയത്ത് സംഘർഷ സമയത്ത് സ്ഥാനപതിയെ കണ്ടിരുന്നല്ലോ. സ്ഥാനപതിയെ കണ്ടിരുന്നു. എന്തിനു കണ്ടു എന്നൊരു ചോദ്യമുണ്ട്. അതെ, അത് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയില്ല. അവരുടെ പത്രക്കുറിപ്പിൽ ഇന്ന് കണ്ടു, ഇതൊക്കെ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അല്ലാതെ ലോകത്ത് ഏതൊരു രാജ്യവും ഒരു സാമ്പത്തിക ശക്തിയായിട്ട് ഉയരുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ചൈനയുടെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം, അവരുടെ സഹായവും ഇവർക്കുണ്ടായിരുന്നു. മൂന്നാമത് ആഗോള ഇവാഞ്ചലൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു. നമ്മൾ ഈ കിഴക്കൻ സംസ്ഥാനത്ത് വന്ന കലാപമുണ്ടല്ലോ, മണിപ്പൂരിലെ ആ കലാപമൊക്കെ അതിൻ്റെ പിന്നിലുള്ള ഒരു ആസൂത്രിതമായ നീക്കം ഉണ്ടായിരുന്നില്ലേ എന്നുള്ള കാര്യം വിശദമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ആസൂത്രിതമായി ഉണ്ടാക്കി എടുത്തതാണ് ആ കലാപം. കാരണം ആ കലാപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പ്രചരിപ്പിച്ചത് ഇവിടെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൈനോറിറ്റിയെ ദ്രോഹിക്കുന്നു എന്ന്, അത് ഇസ്ലാമിനെ മാത്രമല്ല ക്രിസ്ത്യാനിറ്റിയെയും ദ്രോഹിക്കുന്നുണ്ട് എന്നൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി മണിപ്പൂർ അവർ ഉപയോഗിച്ചു. മണിപ്പൂരിൽ മരിച്ചു വീഴുന്നത് മുഴുവൻ ക്രിസ്ത്യാനികളാണെന്ന് കേരളത്തിലും പ്രചരിപ്പിച്ചു. കേരളത്തിൽ അതിനുവേണ്ടി കേരളത്തിൽ നിന്നുള്ള MP-മാർ മണിപ്പൂരിൽ പോയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഇതെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് മാധ്യമങ്ങളുടെ കൺസർട്ടഡായിട്ടുള്ള
ഒരു എഫർട്ട്, ഇതെല്ലാം കൂടി നേരിട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. ആ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊക്കെ നിന്നാലും, അതായത് അമേരിക്ക, ചൈന, ഇന്ത്യയുടെ കാനഡ അടക്കമുള്ള ഇന്ത്യയുമായിട്ട് പിണങ്ങിപ്പിരിഞ്ഞ് അല്ലെങ്കിൽ തെറ്റിപ്പിരിയുന്ന രാജ്യങ്ങൾ, ഇസ്ലാമിക സംഘർഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ, ഇവരോടെല്ലാം ഒത്തുചേർന്ന് ഖലിസ്ഥാൻവാദികൾ, അതാണ് കാനഡ ഞാൻ പറഞ്ഞത്, ഇവരെല്ലാം ഒരുമിച്ച് ചേർന്ന് നിന്ന് എതിർത്തിട്ടും പരിശ്രമിച്ചിട്ടും 3 അക്കം തേക്കാൻ മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതുപോലെ മോദിയുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം ഒരു ഇറസ്പോൺസിബിൾ ഒപ്പോസിഷൻ ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇറസ്പോൺസിബിൾ ഒപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഷെയർ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ വരുന്നത് മോദി വരുത്തുന്നതാണ് എന്ന് പറയാൻ ഇപ്പോൾ ഒപ്പോസിഷൻ ലീഡറാക്കി ഇവർ നിശ്ചയിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അത് പറയണ്, ഇത് അഴിമതിയാണെന്നാണ്. 2-ാം ദിവസം മുതൽ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലേ. ഈ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ആ കോത പാടേണ്ട പാട്ടുകൾ മുഴുവൻ എല്ലാ ദിവസവും പാടിക്കൊണ്ടിരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. കാരണം അദ്ദേഹത്തിന് ഇതെങ്ങനെയെങ്കിലും പോകണം, അധികാരത്തിലില്ലാത്ത ഒരു ജീവിതം. അല്ല, ഈ ഭാരത് ജോഡോ യാത്ര കൊണ്ട് ധാരാളം പാകത വന്നു എന്ന് ഞാൻ ഇവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ. എവിടുത്തെ മാധ്യമങ്ങളിൽ? കേരളത്തിലെ മാധ്യമങ്ങൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോദി വിരോധം അവർക്ക് തലക്ക് പിടിച്ചിട്ട് അവർ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി ആക്കി കഴിഞ്ഞിരുന്നല്ലോ തെരഞ്ഞെടുപ്പിന് മുൻപ് അവർ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി ആക്കി കഴിഞ്ഞിരുന്നു. എനിക്കതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ഇത്ര ആസൂത്രിതമായി ഈ മാധ്യമങ്ങളെല്ലാം രാഹുൽ ഗാന്ധിക്കും ഒപ്പോസിഷനും മറ്റേ .ഇന്ത്യ കക്ഷികൾക്കും വേണ്ടി 26 പാർട്ടികൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള കാരണം എന്ത് എന്ന അന്വേഷണം കൂടി നടത്തേണ്ടതാണ്. കാരണം അതത്ര ചെറിയ കാര്യമായിരിക്കില്ല എല്ലാ മാധ്യമങ്ങളും. മാത്രമല്ല, മാധ്യമങ്ങൾക്ക് കേരളത്തിൽ ഒരു സ്വാധീനവും ഇല്ല എന്ന് അവർ തെളിയിച്ചില്ലേ? ഒരു സ്വാധീനവുമില്ല എന്ന് അവരെന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? പക്ഷേ BJP ഒരു കാരണവശാലും BJPക്ക് ഒരു MP ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. ഞാൻ പറയുന്നത്, കോൺഗ്രസ് പറയട്ടെ അല്ലെങ്കിൽ CPM പറയട്ടെ, ഈ മാധ്യമങ്ങൾ എന്തിനത് പറയണം? മാധ്യമങ്ങളുടെ ജോലി എന്താണ്? മാധ്യമങ്ങളുടെ ജോലി രാഷ്ട്രീയ പ്രവർത്തനമാണോ? അങ്ങനെയാണെങ്കിൽ അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തട്ടെ. മനോരമയും മാതൃഭൂമിയും ഒക്കെ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തണമെന്ന് പറയട്ടെ. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അവരെല്ലാവരും വ്യാപകമായ രീതിയിൽ എതിർത്തുകൊണ്ടിരുന്നത്. എന്തിനെതിർക്കണം എന്നുള്ള കാര്യം പോലും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അവസാനത്തെ ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓഹരി കുംഭകോണം ഇവിടെ മെയിൻ വാർത്തയായിരുന്നില്ലേ? ആ, പിറ്റേ ദിവസം മുതൽ ആ വാർത്തയില്ല. എന്താ ഇവരൊന്നും മിണ്ടാത്തത്? ഇല്ല, പിറ്റേ ദിവസം അവരുടെ ബിസിനസ് പേജിലെ ആ അവകാശവാദം പൊളിഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അല്ല, അതുകൊണ്ട് കാര്യമായില്ലല്ലോ. ആ അവകാശവാദം ഞാൻ നേരെ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഇവരിത് പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ആര്? ഇവർ മറ്റേ .ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞല്ലോ. അതപ്പോൾ ഏതെല്ലാം ബിസിനസ് സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു? പിറ്റേന്ന് ഇത് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏർലി ട്രെൻഡ് കണ്ടപ്പോൾ ഈ രാഹുൽ ഗാന്ധി എങ്ങാൻ വരുമോ എന്ന് ഭയന്നിട്ട് പണം മുടക്കുന്നവരെല്ലാം ജീവനും കൊണ്ട് ഓടുന്ന രീതിയിൽ, കരുവന്നൂർ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാൻ ആളുകൾ ഓടിയ രീതിയിലാണ് ഓടിയത്. അത് കഴിഞ്ഞപ്പോൾ അത് മാറുകയും ചെയ്ത്. അപ്പോൾ ഇന്നത് എന്നില്ല, ഇങ്ങനെ ഇറസ്പോൺസിബിൾ ഒപ്പോസിഷൻ. അത് ആരോടൊക്കെ? ഇന്ത്യയെ 4 ഖണ്ഡമായി മുറിക്കണം എന്ന് ആര് പറയുന്നു? സാം പിത്രോദ പറയുന്നു. അമേരിക്കയിൽ ഇരുന്നുകൊണ്ടാണ് പറയുന്നത്. ഇന്ത്യയെ 4 മുറിക്കണം എന്ന് പറയുന്നു. ഇന്ത്യയെ ജാതീയമായി ശിഥിലമാക്കണം എന്ന് പറയുന്നു. അത് ഈ കാസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞത് 2021 ക്രിസ്റ്റോഫ് ജാഫ്രിലോട്ട്
എന്ന് പറഞ്ഞ ഈ ഇയാളുടെ ഫണ്ട് മേടിക്കുന്ന ആ, സൊറോസിന്റെ സോറോസിന്റെ ഫണ്ട് ആ വാങ്ങി. അയാളാണ് ആ തിയറി കൊണ്ടുവന്നത്. ക്രിസ്റ്റോഫ് ജാഫ്രലോട്ട്, ഫ്രഞ്ചുകാരനാണ്. അയാള് ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ഫ്രഞ്ച് പത്രങ്ങൾ ലേ മൊണ്ടെ ഉൾപ്പെടെ ഇത്തവണ മോദിക്കെതിരെ എഴുതിക്കൊണ്ടിരുന്നത്. ഇത് ഹിന്ദു നാഷണലിസത്തിനെതിരായി ധാരാളം പദ്ധതികളും പ്രബന്ധങ്ങളും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇയാള്. കാസ്റ്റ് സെൻസസ് അയാള് പറഞ്ഞത് 2021 പറഞ്ഞാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞത്. അല്ല, പ്രകടന പത്രികയിൽ അത് കോൺഗ്രസ് ഉൾപ്പെടുത്തുന്നത് സതുദ്ദേശത്തോടു കൂടി അല്ലല്ലോ. അല്ലല്ലോ, ഈ രാജ്യത്തെ ശിഥിലമാക്കാൻ വേണ്ടിയല്ലേ. അതെ. ഇനി ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, ജാതിക്കതീതമായി മനുഷ്യർ ഒരുമിക്കുന്ന ഒരു രീതിയാണ് ഒരു ആധുനിക സാമൂഹിക സൃഷ്ടി എന്നുള്ള കാര്യം ഇവർ അംഗീകരിക്കുന്നില്ലേ? ഇവർ ഇത് നമ്മുടെ രാജ്യത്തെ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്തായിരുന്നു? ബിയോണ്ട് ദ കാസ്റ്റ് ബാരിയേഴ്സ് അല്ലേ. അങ്ങനെ പോയൊരു നവോത്ഥാന കാലത്തെ വച്ചുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് എത്രയോ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായി. ചില അബറേഷൻസ് ഇപ്പോഴും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, കേരളത്തിൽ പോലും ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ജാതിയുടെ പേരിലുള്ള വിവേചനം നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ നമ്മൾ ആരംഭിച്ച കാലത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും അത് ഇൻസിഗ്നിഫിക്കൻ്റായി കുറഞ്ഞിരിക്കുന്നു. കാരണം അതിന് അതീതമായിട്ട് മനുഷ്യർക്ക് ഒരുമിക്കാൻ കഴിയുന്ന പുതിയ പുതിയ സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ മനുഷ്യർ ഒരുമിക്കുന്നുണ്ട്. അങ്ങനെ മനുഷ്യരെല്ലാം ഒരുമിക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ നവോത്ഥാന മൂല്യ വ്യവസ്ഥക്കെതിരായിട്ട് ഇത് പറഞ്ഞത്. അത് മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം കള്ളപ്പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ്. ഗാന്ധിക്ക് ബ്രാഞ്ചില്ലല്ലോ. അത് കൊളോണിയൽ പാരമ്പര്യം പിന്തുടരുന്ന പരിപാടിയാണ് ഈ കാസ്റ്റ് സെൻസസ് എന്നൊക്കെ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹോൾ ഹെഡ് എന്ന് പറഞ്ഞ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു വാറൻ ഹേസ്റ്റിങ്സിൻ്റെ സിൽബന്തിയായിരുന്ന ഒരുത്തൻ ആണ് ഈ പറയുന്ന മനുസ്മൃതി നിർമ്മിച്ചെടുത്തത്. കാരണം മനുസ്മൃതി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് അവൈലബിൾ അല്ലായിരുന്നു. അതിന്റെ കുറെ ഭാഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭാഷ്യങ്ങൾ വെച്ചിട്ട് ഒരെണ്ണം റീക്രിയേറ്റ് ചെയ്യാണ്. അയാൾക്ക് പേർഷ്യൻ അറിയാമായിരുന്നു. ഇത് പേർഷ്യനിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്യാണ് മനുസ്മൃതിയെ. അത് ഉണ്ടാക്കുന്നത് പേർഷ്യൻ ഭാഷയിലാണ്, എന്നിട്ട് ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്യുന്നു. അപ്പം മനുസ്മൃതി ഉണ്ടാക്കി കഴിഞ്ഞാൽ ജാതീയമായി സമൂഹത്തിനെ വേർതിരിക്കാമല്ലോ. അതാണ് ഇപ്പോഴും ഈ കാസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞ ഈ ജാഫ്രലോട്ട്. രാമ, അത് കൂടാതൊരു കാര്യമുള്ളത്, ഞാൻ ഈ ഗാന്ധിയുടെ കാര്യം പറഞ്ഞത്, ഇവർ വ്യാജ ഗാന്ധിമാരാണ്. അല്ലെങ്കിൽ ഇറ്റലിക്കാരിയായ സോണിയക്ക് എന്ത് ഗാന്ധി? എവിടെയാണ് ഗാന്ധി? ഫിറോസ് ഗാന്ധി അല്ലല്ലോ, ഫിറോസ് ഗണ്ഡിയാണ്. അവരുടെ ജാതി പേരിൽ ഗാന്ധി എന്നൊരു ഇതില്ല. ഗാന്ധി എന്നുള്ളത് വരുന്ന ഗുജറാത്തിലാണ് അത് പ്രധാനമായിട്ടും വരുന്നത്. അത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. ആ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗാന്ധിയെ അടിച്ചു മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ നവോത്ഥാനത്തിൻ്റെയും നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും സത്യത്തിൽ ഗോപാലകൃഷ്ണ ഗാന്ധി കേസ് കൊടുക്കേണ്ടത് ഈ നെഹ്റു കുടുംബത്തിനെതിരെ കേസ് കൊടുക്കണം. പക്ഷെ കേസ് കൊടുക്കുന്നത് മുഴുവൻ മോദിക്കെതിരെയാണ്. അല്ല, അത് കാരണം മോദിയെ പുള്ളിക്ക് ഇഷ്ടമല്ല. പുള്ളി പുരോഗമനവാദിയും സെക്കുലറിസ്റ്റും ആണല്ലോ. ഗാന്ധി സെക്കുലറിസ്റ്റ് ആയിരുന്നില്ല. ഈ ഗാന്ധിയുടെ കുടുംബത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാര്യം കൊണ്ട് ഗാന്ധിയെ മനസ്സിലാകണമെന്നില്ല. ഗാന്ധിയുടെ കുടുംബത്തിൽ ജനിച്ചു എന്ന കാര്യം കൊണ്ട് ഗാന്ധിയെ മനസ്സിലാകില്ല എന്ന് ഗാന്ധിയുടെ കൊച്ചുമക്കൾ ആവോളം തെളിയിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗാന്ധിയുടെ കുടുംബത്തിൽ ഞങ്ങൾ വന്നു, അതുകൊണ്ട് നിങ്ങൾ ഗാന്ധിയുടെ അനന്തര തലമുറയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗാന്ധിയെ മനസ്സിലാകുമെന്ന അർത്ഥമില്ല. ശ്രീകൃഷ്ണൻ്റെ തലമുറയ്ക്ക് ശ്രീകൃഷ്ണനെ മനസ്സിലായിരുന്നില്ലല്ലോ. നമ്മുടെ ഉദാഹരണം മുമ്പിൽ കിടക്കുകയല്ലേ. ഗാന്ധിയുടെ മക്കൾക്കും ഗാന്ധിയെ മനസ്സിലായിരുന്നില്ലല്ലോ. എത്രയോ ഉദാഹരണമുണ്ട്. കുമാരനാശാൻ്റെ മക്കൾക്ക് കുമാരനാശാൻ്റെ കവിത്വം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗാന്ധി കുടുംബത്തിലാണ് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു വേണ്ട. ഗാന്ധിയെ തട്ടിയെടുത്തവരെന്താ ചെയ്യുന്നത്? ഗാന്ധി വിരുദ്ധമായി പ്രവർത്തിക്കുകയാണ്. ജാതിക്കതീതമായ ഒരു സമൂഹ സൃഷ്ടിയാണ് വേണ്ടത്. അതുകൊണ്ട് ഒരു കാര്യത്തിനും ജാതി ഒരു പ്രമാണമായി തീരരുത് എന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ അഭിപ്രായം. ഇവിടെ ഇപ്പോൾ ഈ ഓടി നടക്കുന്ന ഗാന്ധി ഉണ്ടല്ലോ, തെക്ക് വടക്ക് ഓടി നടക്കുന്ന ഗാന്ധി, രാഹുല ഗാന്ധി.
രാഹുല ഗാന്ധി പറയണത് ഇന്ത്യയെ ജാതീയമായി തരംതിരിച്ച് ശിഥിലമാക്കണം എന്നാണ്. അത് ആരുടെ അജണ്ടയായിരുന്നു? ഏതോ സോറോസിൻ്റെ അജണ്ടയായിരുന്നു. സോറോസിൻ്റെ ലക്ഷ്യം എന്താണ്? സോറോസിൻ്റെ ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ്. ചൈനയുടെ ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഇസ്ലാമിക സംഘങ്ങളിൽപ്പെട്ടവരുടെ ലക്ഷ്യവും ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ഒരു ചിഹ്നമായിട്ടാണ് ഡിവൈഡഡ് ഇന്ത്യ എന്ന നിലക്ക് I.N.D. എന്നൊക്കെ പറഞ്ഞുള്ള ആ ഡോട്ട് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത് തന്നെ ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇത് യാദൃച്ഛികമായിട്ട് വന്ന പേരല്ല. ഇനി അതിനകത്തുള്ള കക്ഷികളുടെയൊക്കെ ഒരു ചരിത്രം എടുത്തു നോക്ക്. അഴിമതിക്കെതിരെ അണ്ണാ ഹസാരെ അഴിമതിക്കെതിരെ പ്രവർത്തിച്ച ഗാന്ധിയൻ അത് തട്ടിയെടുത്ത് എങ്ങനെ എപ്രകാരമാണോ നെഹ്റു കുടുംബം ഗാന്ധിയെ തട്ടിയെടുത്തത്, അപ്രകാരം അണ്ണാ ഹസാരയുടെ പാരമ്പര്യത്തെ തട്ടിയെടുത്തുകൊണ്ടാണ് അടിമുടി അഴിമതി നടത്തിയ കെജ്രിവാൾ വന്നത്. കെജ്രിവാളിനോടൊപ്പം അഴിമതി നടത്തിയവരെ കോടതി ജയിലിലിട്ടേക്കാണ്. ഒരക്ഷരം പറയുന്നുണ്ടോ? മറ്റേ ഇവിടെ ബീഹാറിലാണ് ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബങ്ങളൊക്കെ എത്രയോ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും അഴിമതി കേസുകൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇവരെന്തെങ്കിലും പറയുന്നുണ്ടോ? ഇങ്ങനെ അഴിമതി നടത്തുന്നവരുടെ ഒരു വലിയ സംഘം ഒരുമിച്ച് ചേരുകയാണ്. ആ അഴിമതിക്കെതിരെ ഒരക്ഷരം പറയാത്ത മാധ്യമ സംസ്കാരം ഉണ്ടായി വന്ന് ആ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ ഭരണഘടന അഴിമതി അംഗീകരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇവർ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? അഴിമതിയാണ്. ജനാധിപത്യം നശിക്കാനുള്ള കാരണങ്ങളിലൊന്ന് അഴിമതിയാണ്. സത്യത്തിൽ ഈ മദ്യ അഴിമതി ഉണ്ടല്ലോ ഡൽഹി, അതിൽ 2 മലയാളികളുണ്ട്. അരുൺകുമാർ രാമേന്ദ്രൻ പിള്ളയും വിജയൻ നായർ. സാധാരണഗതിയിൽ ഒരു അഴിമതി നടന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ മാധ്യമം അതിലൊരു മലയാളി ഉണ്ടെങ്കിൽ മൊത്തം അവൻ്റെ കുടുംബം തോണ്ടി പുറത്തു കൊണ്ടുവരാറുണ്ട്. ഇതെങ്ങനെയാ ഇതാണെന്ന് മിണ്ടിയിട്ടില്ല. ഒരക്ഷരം മിണ്ടേയില്ല. ഇവരെ പിണറായി വിജയനെതിരെ നടത്തുന്ന യുദ്ധമുണ്ടല്ലോ, ആ യുദ്ധത്തിൻ്റെ വീര്യം എന്താണ് കെജ്രിവാളിനെതിരെ കാണാത്തത്? ഞാൻ ഇങ്ങനെ പിണറായി വിജയനെ ന്യായീകരിക്കുകയല്ല. പിണറായി വിജയൻ ഇവരെ എക്സ്പോസ് ചെയ്ത്, പിണറായി വിജയൻ്റെ കുടുംബത്തെ എക്സ്പോസ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഈ കെജ്രിവാളിന് വേണ്ടി ദല്ലാൾപ്പണി ചെയ്തുകൊണ്ട് ഇത്രയേറെ കോടികൾ, അതും മദ്യത്തിന് വേണ്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മദ്യവിരുദ്ധനാണ് അണ്ണാ ഹസാരെ. ആ മനുഷ്യൻ്റെ ലെഗസി തട്ടിയെടുത്തിട്ട് ആ മനുഷ്യൻ എന്തിന് നിന്നുവോ അതിനെതിരെ പ്രവർത്തിക്കുകയാണ്. ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. ഈ ഇന്ത്യക്കാരുടെ നെഗറ്റീവ് കുറേയൊക്കെ വിജയിച്ചു എന്ന് തോന്നുന്നില്ലേ ഈ തെരഞ്ഞെടുപ്പ്? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിലാണ് മോദി അതിൻ്റെ ഏറ്റവും മോദിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് നേടി എത്തിക്കഴിഞ്ഞപ്പോഴെന്തായി പിന്നെ പറയല്? ഈ മുന്നണി ഉടനെ തകരും എന്നാണ്. ഈ മുന്നണി ഉടനെ തകരും. ഇവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഞാനൊരു സമാനമായിട്ടൊരു കാര്യം പറയാം. ഇവിടെ കെ സുരേന്ദ്രൻ BJPയുടെ പ്രസിഡൻ്റായി 2-ാം മാസം പ്രചരണം ആരംഭിച്ച് സുരേന്ദ്രനെ മാറ്റുന്നു. ഇപ്പം 4 കൊല്ലം കഴിഞ്ഞ് എല്ലാ 2 മാസം കൂടുമ്പോഴും ഒരു സംഘം മാധ്യമങ്ങൾ വന്നിട്ട് പറയും സുരേന്ദ്രനെ മാറ്റുന്നു. ഇവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? ഇവർക്ക് എന്ത് തെളിവുണ്ട്? എന്ത് രേഖയുണ്ട്? ഇവരുടെ ഊഹം, ആഗ്രഹം. ജേർണലിസ്റ്റുകളുടെ ആഗ്രഹങ്ങൾ വിശദീകരിക്കുന്നതല്ല ജേർണലിസം. ആ ആഗ്രഹങ്ങൾ ഇവരുടെ ആഗ്രഹങ്ങളാണ് പറയുന്നത്. അതെങ്ങനെ ശരിയാവും? അപ്പോൾ ആ ടഫസ്റ്റായിട്ടുള്ളൊരു ഇലക്ഷന് മോദി നേരിട്ടിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയാണ്. ആ ഗവൺമെൻറ് ഇത് മോദിയുടെ ഗവൺമെൻറ്റാണെന്ന് ഇപ്പോൾ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ എല്ലാവർക്കും ബോധ്യമായല്ലോ. എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇവിടെ? പിന്നെ വിവരക്കേടാണ് വിളിച്ചു പറയുന്നത്. കാരണം ഒരു ചാനലിൽ പറയുന്നത് കേട്ട്
അമിത്ഷായുടെ 2ാം സ്ഥാനം അമിത്ഷാ കഴിഞ്ഞ മന്ത്രിസഭയിലും 2ാമത് സത്യപ്രതിജ്ഞ ചെയ്ത് 2ാമത് നിന്നത് വളരെ സീനിയറായിട്ടുള്ള രാജ്നാഥ് സിംഗാണ്. രാജ്നാഥ് സിംഗാണ് സീനിയറായിട്ടുള്ള മന്ത്രി. രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അതൊക്കെ ഒരു വിസ്മരിക്കുകയാണ്. അങ്ങനെ വന്ന വളരെ സീനിയറായിട്ടുള്ള രാജ്നാഥ് സിംഗ് 2ാം സ്ഥാനം, അത് അമിത്ഷാ 3ാം സ്ഥാനം. അപ്പോൾ പറഞ്ഞു ഈ പ്രാവശ്യം മാറ്റിയെന്ന്. കാരണം ഇത് കഴിഞ്ഞ കൊല്ലത്തെ കാര്യമല്ല, കഴിഞ്ഞ 4 വർഷം മുമ്പുള്ള ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാൻ പാടില്ലേ? ഇതുപോലെ വസ്തുതകളോട് ആദരവില്ലാതെ ഈ സോറാസിനും അതുപോലെ സംഘത്തിനും വേണ്ടി, ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടി, എക്സ്ട്രീമിസ്റ്റുകളായ ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് വേണ്ടി, ഖലിസ്ഥാൻ വാദികൾക്ക് വേണ്ടി വിടുപണി ചെയ്ത ഒരു മാധ്യമ സംസ്കാരം ഈ കേരളത്തിൽ എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർ മറുപടി പറയുക തന്നെ വേണം. ഇതെങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഈ മന്ത്രിസഭ രൂപവൽക്കരണത്തോടുകൂടി മോദി തെളിയിച്ചിട്ടുണ്ട് ഇത് മോദിയുടെ മന്ത്രിസഭ ആണെന്ന്. ചിലപ്പോൾ 4ാം ഊഴവും നമുക്ക് പ്രതീക്ഷിക്കാം. 4ാം ഊഴത്തിലും ഒരു സംശയവും വേണ്ട. ദൈവം ആയുസ് കൊടുക്കുകയാണെങ്കിൽ, ആരോഗ്യം കൊടുക്കുകയാണെങ്കിൽ 4ാം ഊഴത്തെ നയിക്കുന്നത് മോദി തന്നെയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.